നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ വോട്ട് നേടിക്കൊണ്ട് അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു സർക്കാരാണ് പിണറായി വിജയൻ അടക്കമുള്ള ഇടതുപക്ഷ സർക്കാർ എന്ന് നമ്മൾക്കറിയാം. അതിലെ ഒരു പ്രമുഖ MLA ആയിട്ടുള്ള PV അൻവർ എന്ന് പറയുന്ന ഞാനൊരു തെമ്മാടിയാണ്, ഗുണ്ടയാണ്, വൃത്തികെട്ടവനാണ്, ഒരു പരമച്ചെറ്റയാണ് എന്ന് സ്വയം വെളിപ്പെടുത്തുന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ടും കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ, അദ്ദേഹം ആരോ ആയിക്കോട്ടെ, അദ്ദേഹം ഇനി എത്രത്തോളം മോശക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ അത്രത്തോളം നല്ലവനായിക്കോട്ടെ, എന്നിരുന്നാലും ഒരു ജനപ്രതിനിധി ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ സൂചിപ്പിക്കാമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അത്തരത്തിൽ PV അൻവർ എന്ന് പറയുന്ന ഒരു ധിക്കാരിയായിട്ടുള്ള ഒരു പരമച്ചെറ്റ എന്ന് ഇന്നിപ്പോൾ കേരള ജനത ഒന്നടങ്കം വിളിക്കുന്ന ഈ ശുദ്ധ തെമ്മാടി അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കുന്നു. അതിനെതിരെ അഡ്വക്കേറ്റ് ജയശങ്കർ സാറിന്റെ ആ ഒരു പ്രതികരണം ആദ്യം നമുക്ക് കേട്ടു നോക്കാം. എത്രത്തോളമാണ് അദ്ദേഹത്തിന്റെ മാന്യത, സംസ്കാരം എന്നുള്ളത് കൃത്യമാണ്. അദ്ദേഹത്തിന്റെ ആ പ്രതികരണം കേട്ടിട്ട് നമുക്ക് ഓടി തിരിച്ചു വരാം. ഹലോ, PV അൻവർ താങ്കൾക്കെതിരെ ഭീഷണിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. പുള്ളിക്ക് ആകെ അറിയാവുന്ന ജോലി ഭീഷണിപ്പെടുത്തലും വിളിക്കണം. സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചില്ലെങ്കിൽ താങ്കളുടെ സെപ്റ്റി ടാങ്ക് വേസ്റ്റുമായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ. പുള്ളിക്ക് അറിയാവുന്ന ജോലി അതൊക്കെ. അതിനെന്തെങ്കിലും മറുപടി പറയാറുണ്ടോ? ഇല്ല, അതിനൊരു മറുപടിയും പറയാനില്ല. പുള്ളിക്ക് എന്ത് ഭീഷണി വേണമെങ്കിലും അതൊക്കെ ലൈസൻസ് ഉള്ള ആളാണല്ലോ അത്, നമ്മളെ പോലെ അല്ലല്ലോ. ഞാനും നിങ്ങൾ വെല്ലുവിളിച്ച ഭീഷണി വിളിക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇല്ലേ? മറുപടി ഇല്ല, ഇതിനൊന്നും മറുപടി കൊടുക്കാനുള്ളതില്ല. അതിനൊന്നും ഈ രീതിയിലൊന്നും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. നോക്കാം നമുക്ക്. ഓക്കെ. നോക്കൂ, ഇനി നമ്മൾ പരിശോധിക്കുന്നത് വേറൊരു മറ്റൊരു ഭാഗത്തു കൂടെയാണ്. കാരണം ഈ PV അൻവർ ആക്ഷേപം ഉന്നയിച്ചത് പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് നേരെയാണ്, പോലീസ് വകുപ്പിന് നേരെയാണെന്ന് നമ്മൾക്കറിയാം. ഇതിൽ കൃത്യമായിട്ടും അയാൾ ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾക്കെതിരെ കൃത്യമായിട്ട് PV അൻവർ എന്ന് പറയുന്ന ആ ഒരു MLA-ക്കെതിരെ രാജ്യദ്രോഹത്തിന് വരെ കേസെടുക്കാൻ വകുപ്പുണ്ട് എന്നിരിക്കെ നമ്മുടെ കേരളത്തിലെ നിയമ സംവിധാനം എന്തുകൊണ്ട് അയാൾക്കെതിരെ ആ വകുപ്പ് എടുക്കുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, കുറച്ച് പോയിന്റുകൾ നമ്മളിവിടെ നോട്ട് ചെയ്ത് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്, അത് കേൾക്കേണ്ടത് തന്നെയാണ്. താൻ ഫോൺ ചോർത്തി എന്ന് പരസ്യ പ്രസ്താവന നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ശ്രീ അൻവറിനെതിരെ, PV അൻവറിനെതിരെ നടപടി എടുക്കാത്തത് നമ്മുടെ DGP എന്നുള്ളത് കൃത്യമായിട്ടും ഒരു വലിയ ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ DGP ആയിട്ടുള്ള ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. കാരണം ഇത്ര കണ്ട് ഒരാളുടെ ഫോൺ ചോർത്തണം എന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ അനുമതി വാങ്ങണം, ആരുടെയൊക്കെ പെർമിഷൻ വാങ്ങണം, അതിന്റെ നിയമപരമായിട്ടുള്ള നടപടികൾ എന്തൊക്കെയെന്ന് അറിയുന്ന ഓരോ ആളുകളും കൃത്യമായിട്ട് സംശയിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇത്രയ്ക്കേ ഉള്ളോ കേരളത്തിലെ പോലീസ് സംവിധാനമായിക്കോട്ടെ, നീതിന്യായ വ്യവസ്ഥയായിക്കോട്ടെ, നിയമ സംവിധാനമായിക്കോട്ടെ, ഇതിനെയൊക്കെ PV അൻവറിനെ പോലെയുള്ള വെറും ഒരു തെമ്മാടി ഗുണ്ടയാണ്, അതല്ലെങ്കിൽ തന്റെ സംസ്കാരം വെറും പരമച്ചെറ്റയുടേതാണെന്ന് വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള, അയാൾക്ക് എന്തും ചെയ്യാവുന്ന ഒരു നാടായി, വെള്ളരിക്ക പട്ടണമായി ഈ കേരളം മാറിയിട്ടുണ്ട് എന്നുള്ളത് സംശയിക്കേണ്ടത് തന്നെയാണ്. അത്തരത്തിൽ താൻ ഫോൺ ചോർത്തി എന്ന് പരസ്യ പ്രസ്താവന നടത്തിയ ഈ PV അൻവറിനെതിരെ കൃത്യമായിട്ട് രാജ്യദ്രോഹപരമായിട്ടുള്ള കേസെടുക്കാൻ തന്നെ, അതല്ലെങ്കിൽ അതിന് പിറകിലുള്ള നിഗൂഢതകൾ നീക്കാൻ ഇവിടുത്തെ DGP അതല്ലെങ്കിൽ പോലീസ് സംവിധാനം തന്നെ മുന്നോട്ട് വരാതിരിക്കുമ്പോൾ, പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മൗനം പാലിക്കുമ്പോൾ, പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രി മൗനം പാലിക്കുമ്പോൾ, ഇവരെല്ലാവരും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. ഫോൺ ചോർത്തൽ സംവിധാനങ്ങളും ഫോൺ കോളുകൾ അടങ്ങിയ രേഖകളും പിടിച്ചെടുക്കാൻ എന്തുകൊണ്ടാണ് ഇവിടുത്തെ പോലീസ് തയ്യാറാവാത്തത് എന്നത് ഒരു രണ്ടാമത്തെ ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഇനിയും പോലീസിന്റെ രഹസ്യ രേഖകൾ ചോർത്തിയിട്ടും എന്തുകൊണ്ടാണ് ഈ രേഖകളുടെ ചോർച്ചയിൽ അന്വേഷണമോ ചോദ്യം ചെയ്യലോ ഉണ്ടാവാത്തത്? അതായത് ഈ PV അൻവർ, ഈ പറയുന്ന മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ADGP ആയിട്ടുള്ള ഈ ചങ്ങാതി ആയിക്കോട്ടെ, അവരുടെയൊക്കെ ഭാര്യമാരുടെയും അവരുടെയൊക്കെ കോളുകൾ ചോർത്തിയിട്ടുണ്ട്, ഫോൺ കോളുകൾ ചോർത്തിയിട്ടുണ്ടെന്ന് പച്ചയ്ക്ക് പറയുകയും അതിൽ 1-2 ഫോൺ കോളുകൾ അയാൾ പുറത്തുവിടുകയും നമ്മൾ കണ്ടതല്ലേ? അത്തരത്തിൽ PV അൻവറിനെ പോലെയുള്ള ഒരു MLA-ക്ക്, ഒരു തുക്കട MLA-ക്ക് നടക്കുന്നതാണോ ഇവിടുത്തെ ഫോൺ ചോർത്തൽ സംവിധാനം എന്നുള്ളതൊക്കെ? എന്തുകൊണ്ട് അന്വേഷണ വിധേയമാക്കുന്നില്ല? അത് മുഖ്യമന്ത്രിയുള്ള പിണറായി വിജയനും DGP ആയിട്ടുള്ള ഈ ചങ്ങാതിയൊക്കെ പറയേണ്ടത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ശ്രീ അൻവറിൽ നിന്നും ഈ രഹസ്യ രേഖകൾ പിടിച്ചെടുക്കാത്തത്? അതായത് ഇവൻ ഫോൺ ചോർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഫോൺ ചോർത്തിയ ആ രഹസ്യ രേഖകൾ ഉണ്ടല്ലോ, അതിന്റെ സംവിധാനങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ പോലീസിന് നിർദാക്ഷിണ്യം പിടിച്ചെടുക്കാനുള്ള അധികാരമുണ്ട് എന്നിരിക്കെ, രാജ്യദ്രോഹ കുറ്റമാണ് അയാൾ ചെയ്തത് എന്നിരിക്കെ അത് പിടിച്ചെടുക്കാൻ എന്തുകൊണ്ടാണ് വിമുഖത കാണിക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്.
രേഖകൾ ചോർത്തിയ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി സസ്പെൻഡ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഇത് വലിയൊരു ചോദ്യമാണ്. അതായത് ഈ PV അൻവറിനെ പോലെയുള്ള ഒരു തുക്കടായ MLA വിചാരിച്ചാൽ മാത്രം നടക്കുന്നതല്ല ഈ ഫോൺ കോൾ ചോർത്തൽ. അത്തരത്തിൽ ഈ PV അൻവറുടെ ആ ഒരു അവകാശവാദം പോലെ ഫോൺ ചോർത്തിയിട്ടുണ്ടെങ്കിൽ അത് ചോർത്താൻ ഇയാൾക്ക് കൂട്ടുനിന്നിട്ടുള്ള പോലീസ് സംവിധാനം, പോലീസ് സേനയിലെ ആളുകളെ എന്തുകൊണ്ട് പുറത്തു കൊണ്ടുവരുന്നില്ല, അവരെ സസ്പെൻഡ് ചെയ്യുന്നില്ല, ആ അന്വേഷണാത്മകമായി അവരെ കണ്ടെത്തുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ടും വലിയൊരു ചോദ്യം തന്നെയാണ്. ഫോൺ കോളുകൾ ചോർത്തി എന്ന് പറഞ്ഞതിന് ശേഷം രഹസ്യ രേഖകൾ പരസ്യപ്പെടുത്തിയതിനു ശേഷം ശ്രീ MR അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയതിനും ഏതാനും സമയത്തിന് ശേഷം അൻവറിന് സ്വാഭാവികമായ ഒരു കൂടിക്കാഴ്ച അനുവദിച്ച് സ്വയം നിഴലിൽ നിൽക്കുന്ന രീതിയിലേക്ക് DGP മാറി എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അതായത് ADGP അജിത് കുമാറിനെതിരെ ഇത്ര ശക്തമായുള്ള ആരോപണം ഉന്നയിക്കുന്നു, എന്നാൽ അജിത് കുമാർ കൃത്യമായിട്ടും പറയുന്നു ഇവിടെ തീവ്രവാദ സംഘടനകളുമായിട്ടും ഇവിടെ സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണ കള്ളക്കടത്ത് വിഭാഗങ്ങളുമായിട്ടും ഈ PV അൻവറിന്റെ അവിശുദ്ധ ബന്ധമാണ് പോലീസ് സേനയ്ക്ക് നേരെ ഇത്ര കൃത്യമായിട്ടും അയാളുടെ ആ ഒരു ആരോപണത്തിന് കാരണമെന്ന് ADGP അജിത് കുമാർ പറയുന്നു. എന്നതിന് ശേഷം DGPയുമായി കൃത്യമായിട്ടും ഒരു സ്വകാര്യ സംഭാഷണത്തിന് ഒരു അവസരം ഒരുക്കിയ ADGPയുടെ ആ നടപടിയും സംശയത്തിന് അതീതമാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടതുണ്ട്. ഇനി മറ്റൊന്ന് പറയേണ്ടതുണ്ട്. MLA-മാർക്ക് പോലീസ് രേഖകൾ ചോർത്താനോ ഫോൺ കോളുകൾ ചോർത്താനോ എന്തെങ്കിലും നിയമപരമായ അനുമതി ഉണ്ടോ എന്നുള്ളതും ഈ നാട്ടിലെ പിണറായി വിജയന്റെ ഈ ആഭ്യന്തര വകുപ്പായാലും ഈ DGP ആയാലും വെളിപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ്. അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഇത്തരത്തിൽ സഖാക്കന്മാർ ഭരിക്കുന്ന സഖാക്കന്മാരുടെ കേരളത്തിൽ ഒരു സഖാവിന്, ഒരു MLA-ക്ക് എന്തും ആവാമെന്നാണെങ്കിൽ അത് പച്ചയ്ക്ക് തുറന്നു പറയേണ്ട ഉത്തരവാദിത്തം കൂടിയും ഇവിടുത്തെ പോലീസ് സേനയുടെ മുതിർന്ന ADGP ആയിട്ടുള്ള അയാൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ പോലീസ് സേനയെ ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ കുറ്റങ്ങൾ ചെയ്താൽ നടപടി ഇല്ലാതിരിക്കാൻ പ്രത്യേക നിയമ പരിരക്ഷയുണ്ടാവും. അതായത് ഇത്തരത്തിൽ ഫോൺ ചോർത്തൽ വിവാദം വന്നതിന് ശേഷം ഈ ഫോൺ ചോർത്തുക എന്നുള്ളത് കൃത്യമായിട്ടും രാജ്യദ്രോഹപരമുള്ള നടപടിയാണ് എന്ന് നമ്മൾക്കറിയാം. അത്തരത്തിലുള്ള രാജ്യദ്രോഹപരമുള്ള നടപടി നടത്തിയിട്ടുള്ള ഈ PV അൻവർ അടക്കമുള്ള MLA-മാർക്ക് എന്തെങ്കിലും ഒരു പൗരനേക്കാളുപരി എന്തെങ്കിലും നിയമ പരിരക്ഷയുണ്ടോ എന്നുള്ളതും വെളിപ്പെടുത്തേണ്ടത് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഈ പിണറായി വിജയൻ തന്നെയാണ്. DGP ആയിട്ടുള്ള ഈ പർവേസ് ചങ്ങാതി തന്നെയാണ്. MLA എന്നതിനുപരി മറ്റേതെങ്കിലും പരിഗണന, കാഴ്ചപ്പാട് ഈ അൻവറിന് നേരിടുന്നുണ്ടോ ഈ നാട്ടിൽ? അതല്ലെങ്കിൽ അയാൾക്ക് ഒരു പ്രത്യേക പരിഗണന ഈ നാട്ടിൽ പിണറായി വിജയൻ ഭരിക്കുന്ന ഇസ്ലാമിക ജിഹാദികൾ പുളച്ചുമറിഞ്ഞ് ഭരണത്തെ പിന്തുണയ്ക്കുന്ന ഈ നാട്ടിൽ അൽഖേരളമാക്കി, ചെകുത്താന്റെ നാടാക്കി മാറ്റി, അതായത് ദൈവത്തിന്റെ നാട്ടിൽ നിന്നും ചെകുത്താന്റെ നാടായി മാറിയ ഈ കേരളത്തിൽ കൃത്യമായിട്ടും ഈ അൻവറിന് ഏതെങ്കിലും പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ടോ എന്നുള്ള 100 ചോദ്യങ്ങൾ നമ്മൾ ഉയർത്തേണ്ട സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കർ സാറിന്റെ തലയിലൂടെ അമേദ്യം ബക്കറ്റിൽ നിറച്ചു കൊണ്ടുവന്ന് PV അൻവർ അവൻ ടോയ്ലറ്റിൽ പോയി അവൻ തന്നെ ബക്കറ്റിൽ അവന്റെ ആ അമേദ്യം ശേഖരിച്ച് ഈ പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ സാറിന്റെ തലയിലേക്ക്, കൊച്ചിയിലേക്ക് പോയി ഒഴിക്കുമെന്ന് പറയുന്നു. അതിന് 10 ദിവസം ജയിലിൽ കിടന്നാലും വേണ്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥകൾ വെല്ലുവിളിക്കുന്നു. അത്തരത്തിലൊരു MLA ഇത്ര കണ്ട് ദുഷ്ടലാക്കോടുകൂടി ഒരു വ്യക്തിക്കെതിരെ പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടും അയാൾക്കെതിരെ ഒരു ചെറുവിരലനക്കാനോ സ്വമേധയ ഒരു കേസെടുക്കാനോ ഈ നാട്ടിലെ ഒരു നീതിന്യായ വ്യവസ്ഥകളും പരിപാലിക്കപ്പെടുന്നില്ലെങ്കിൽ, ശ്രദ്ധിക്കപ്പെടുന്നില്ലെങ്കിൽ ഈ നാട് അരാജകത്വത്തിന്റെ ആ മൂർധന്യാവസ്ഥയിൽ തന്നെയാണ് എന്ന് പറയേണ്ടതുണ്ട്. എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കർ സാറിന്റെ ആ പ്രതികരണം ഒന്നുകൂടി കേട്ടു നോക്കാം നമുക്ക്. എന്തായാലും അത് വളരെ പ്രാധാന്യമുള്ള ഒന്നുകൊണ്ടാണ്, അതുകൊണ്ട് ഒന്നുകൂടി കേട്ടു നോക്കാം നമുക്ക്. ഹലോ, PV അൻവർ താങ്കൾക്കെതിരെ ഭീഷണിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. പുള്ളിക്ക് ആകെ അറിയാവുന്ന ജോലി ഭീഷണിപ്പെടുത്തലും വിളിക്കണം. സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചില്ലെങ്കിൽ താങ്കളുടെ സെപ്റ്റി ടാങ്ക് വേസ്റ്റുമായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ. പുള്ളിക്ക് അറിയാവുന്ന ജോലി അതൊക്കെ. അതിനെന്തെങ്കിലും മറുപടി പറയാറുണ്ടോ? ഇല്ല, അതിനൊരു മറുപടിയും പറയാനില്ല. പുള്ളിക്ക് എന്ത് ഭീഷണി വേണമെങ്കിലും കൊടുക്കാം. അതൊക്കെ ലൈസൻസ് ഉള്ള ആളാണല്ലോ അത്, നമ്മളെ പോലെ അല്ലല്ലോ. ഞാനും നിങ്ങൾ വെല്ലുവിളിച്ച ഭീഷണി വിളിക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇല്ല, മറുപടി ഇല്ല. ഇതിനൊന്നും മറുപടി കൊടുക്കാനുള്ളതില്ല. അതിനൊന്നും ഈ രീതിയിലൊന്നും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. നോക്കാം നമുക്ക്. ഓക്കെ.
എന്തായാലും കേരളം ഭരിക്കുന്ന പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളും MLA-മാരും മന്ത്രിമാരും എന്ന് വേണ്ട ഈ കേരളം ഇസ്ലാമിക തീവ്രവാദികൾ പൂണ്ടുവിളയാടി ഈ കമ്മ്യൂണിസത്തിലേക്ക് വലിഞ്ഞു കയറിക്കൊണ്ട് PV അൻവറിനെ പോലെയുള്ള, ജലീലിനെ പോലെയുള്ള ഇത്ര തീവ്രവാദികൾ പൂണ്ടുവിളയാടുന്ന ഈ നാട്ടിൽ എന്തായാലും കൃത്യമായിട്ടും സഖാക്കന്മാരുടെ സംസ്കാരം വ്യക്തമായിരിക്കുകയാണ്. ഇത്തരത്തിൽ സംസ്കാരം വെളിപ്പെടുത്തിയിട്ടുള്ള PV അൻവറിന്റെ കൂടെയല്ല ഞങ്ങളുടെ സംസ്കാരം വേറെയാണെന്ന് വെളിപ്പെടുത്താൻ ഒരു സഖാവും ഒരു കമ്മ്യൂണിസ്റ്റും മുന്നോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവറ്റകൾ എല്ലാം ഒരു അമ്മ പെറ്റ മക്കൾ, അതല്ലെങ്കിൽ ഒരു ഉമ്മ പെറ്റ മക്കൾ, ഒരു ബാപ്പാന്റെ മക്കൾ തന്നെയാണെന്ന് പറഞ്ഞാലും കുറ്റപ്പെടുത്താനാവില്ല. എന്തായാലും സംസ്കാരം എന്തെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ സാറിന്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. ഓരോ പൗരനും ഈ നാട്ടിൽ എത്രത്തോളം സുരക്ഷിതനാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന പ്രകടനം തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയായിരുന്നു ത്രിപുരയിലും ബംഗാളിലും നടന്നത് അവസാന കാലത്ത് ഈ CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്നുകൂടി ഓർത്തെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നാളുകളിൽ കനലൊരു തരി പോലും ഇല്ലാത്ത രീതിയിൽ ഇവിടെ കൊടുങ്കാറ്റടച്ച് അറബിക്കടലിൽ മുങ്ങിച്ചാവുന്ന രീതിയിലേക്ക് ഇവിടത്തെ ലോകത്താകെ ബാക്കിയുള്ള ഈ കമ്മ്യൂണിസം നശിക്കുമെന്നുള്ളത് പ്രതീക്ഷയോടെ തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഏതായാലും അഡ്വക്കേറ്റ് ജയശങ്കർ സാറിന്റെ രോമത്തിൽ തൊടാനുള്ള നട്ടെല്ല് കാണിച്ചാൽ അൻവർ പറഞ്ഞ പോലെ ഞാൻ ഒറ്റ തൊമ്പയ്ക്ക് പുറന്നവനാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും. അതല്ലാതെ വെറുതെ വായ്ത്താളം അടിച്ച് ഈ പറയുന്ന ഷാജൻ സ്കറിയ സാറിനെതിരെ നടത്തിയ വായ്ത്താളം പോലെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ സാറിനെതിരെയും നീ നടത്തിയ വായ്ത്താളം എന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ പോലെ നീ ഒറ്റ തന്തയ്ക്ക് പിറന്നതാണെന്ന് നിനക്ക് മാത്രമേ അവകാശവാദം ഉണ്ടായിരിക്കുള്ളൂ, നാട്ടുകാർക്ക് അത് ഉണ്ടായിരിക്കില്ല എന്നുള്ളത് കൂട്ടിച്ചേർക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.